2 വർഷമായി അയ്യപ്പ സോപാനത്ത് പൂജാവേളകളിൽ ഭഗവത് കീർത്തനങ്ങൾ ആലപിക്കുകയാണ് കലാപീഠം വൈക്കം ജയകുമാർ. അയ്യപ്പ സന്നിധിയിൽ സോപാന സംഗീതം ആലപിക്കുവാൻ കഴിഞ്ഞ നിമിഷങ്ങൾ പുണ്യമായി കാണുകയാണ് വൈക്കം സ്വദേശിയായ ഈ വാദ്യകലാകാരൻ. ശബരിമല അയ്യപ്പ സന്നിധിയിൽ ഉഷപൂജ, ഉച്ചപൂജ, ദീപാരാധന തുടങ്ങി ക്ഷേത്രപൂജകളിൽ ഇടയ്ക്കയുടെ നാദത്തോടൊപ്പം കലാപീഠം വൈക്കം ജയകുമാറിന്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കുവാൻ തുടങ്ങിയിട്ട് 2 വർഷങ്ങൾ പിന്നിടുന്നു. അയ്യപ്പ സന്നിധിയിൽ ശ്രീകോവിലിന് മുന്നിൽ സോപാന സംഗീതം ആലപിക്കുവാൻ ലഭിച്ച അവസരത്തെ പുണ്യമായാണ് ജയകുമാർ കാണുന്നത്. അയ്യപ്പസ്വാമിയുടെ കടാക്ഷം കൊണ്ട് മാത്രമാണ് അയ്യന്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ സാധിച്ചതെന്ന് ജയകുമാർ വിശ്വസിക്കുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം, ഐക്യത്തപ്പൻ്റെ അനുഗ്രഹം, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഇവിടെ ജോലി ചെയ്യാൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. 36 വർഷങ്ങളായി കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും താളവാദ്യങ്ങൾ അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിലും ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിന് തൊട്ടടുത്ത് നിന്ന് സോപാന സംഗീതത്തിൻ്റെ ഈരടികൾ ആലപിക്കുന്നതോളം പുണ്യം മറ്റൊന്നില്ല എന്നാണ് ജയകുമാർ പറയുന്നത്. സോപാന സംഗീതത്തിന് പുറമെ പഞ്ചവാദ്യവും ചെണ്ടമേളവും അവതരിപ്പിച്ചു വരുന്നു. കലിയുഗ വരദിനു മുന്നിൽ സോപാനത്തിൻ്റെ ഈരടികളുമായി ജീവിതം സമർപ്പിക്കുകയാണ് വൈക്കത്തപ്പൻ്റെ മണ്ണിൽ നിന്നെത്തിയ ഈ വാദ്യകലാകാരൻ. മധുരസ്മിതവും കൈതൊഴും ഹരിഹരതനയദേവ ശ്രീമണികണ്ഠ. ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, സന്നിധാനം.